16,000 രൂപ ബഡ്ജറ്റിൽ എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതാണ്. എത്രമാത്രം ചെലവ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അറിയണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ മിക്ക യാത്രകളും ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഇവിടെ വരെ പോകാൻ പറ്റും, അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു. യാത്ര ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മിക്കവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പൈസയാണ്. യാത്ര ചെയ്യാൻ പൈസ വേണമെന്നാണ് എല്ലാവരും. അപ്പോൾ എനിക്കിത് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നേരത്തെ ചെയ്ത യാത്രയെല്ലാം അതുപോലായിരുന്നു. ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഞാൻ ചുരുക്കി. നമുക്ക് മാക്സിമം പൈസ ലാഭിക്കാൻ പറ്റുന്നത് ഫുഡിലും സ്റ്റേയിലുമാണ്. അതൊരു കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അറിയാലേ, എവറസ്റ്റ് ഹൈലി റിസ്ക് ഉള്ള പരിപാടിയാണ്. മോട്ടിവേഷൻ എന്തുകൊണ്ടും വീട്ടിലാണ്. വീട്ടിൽ അവര് യാത്ര എന്നോട് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അച്ഛനായാലും അമ്മയായാലും. അമ്മയ്ക്ക് ടെൻഷനേ ഇല്ല, അച്ഛന് പിന്നെയും ടെൻഷനാണ്. ഞാൻ പോകുമ്പോൾ എപ്പോഴും വിളിക്കണം, വൈകിട്ട് 2 നേരം എല്ലാം വിളിക്കും. അമ്മയ്ക്ക് ആ ടെൻഷൻ ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ പോയിട്ട് വരും. അതെ, പോയിട്ട് വരും, കുഴപ്പമില്ല, അമ്മ ഓക്കെയാണ്. പക്ഷെ അച്ഛന് ഭയങ്കര ടെൻഷൻ. അത് ചേച്ചി ആയാലും അച്ഛനും ചേച്ചിക്കുമാണ് ടെൻഷൻ. അമ്മ കൂൾ മൈൻഡ്, ഓക്കെ ആണ്, സപ്പോർട്ട് അവർ തന്നെയാണ് എല്ലാത്തിനും. പക്ഷേ EBC പോയപ്പം ഞാൻ ഏറ്റവും വേണ്ടിയിട്ടിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചില്ല അത്ര സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് പേര്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് എന്തായാലും വേണം. ഞാൻ ഈ പോയ പോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും വേണം. കാരണം എനിക്ക് പറ്റിയില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കായി പോകും. സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത് 4 മാസത്തോളം പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മമ്മയ്ക്ക് വയ്യാതായി, മരിച്ചു. ആ ഒരു ഇതിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു, നിർത്തി. ഈ എവറസ്റ്റിൻ്റെ ഞാൻ പിന്നിത് പോകാനുള്ള കാരണം എൻ്റെ അമ്മമ്മ തന്നെ. ഞാൻ ആദ്യം ഓൾ ഇന്ത്യ പോകുന്ന അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എവറസ്റ്റ് ഓൾ ഇന്ത്യ കഴിഞ്ഞിട്ട് ഈ നേപ്പാളിൽ പോയി EBC നമുക്ക് പോകാൻ പറ്റുമല്ലോ, അവിടെ വരെ പോകണം. അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമമായി പോയി. അമ്മമ്മയോട് അമ്മമ്മയുടെ യാത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ച് ഒന്നും പോകാൻ പറ്റിയില്ല, പറയാനും പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് വയ്യാതെ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മമ്മയോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. അമ്മമ്മയോട് അമ്മമ്മ ആദ്യം പറഞ്ഞത് അമ്മമ്മയോടായ ഞാനിങ്ങനെ പോകും. അമ്മമ്മ കൊച്ചിനെ മുതൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്. എന്നിട്ട് പിന്നെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഞാൻ ഈ പോയ സമയത്ത് അമ്മമ്മ ബന്ധുക്കളെയൊക്കെ വിളിക്കുമ്പോൾ പറയും അവൻ ഹിമാലയത്തിൽ പോകാൻ ഓൾ ഇന്ത്യ എന്നല്ല, അമ്മ പറയുമ്പോൾ അവൻ ഹിമാലയത്തിലൊക്കെ പോയിട്ടേ വരത്തുള്ളൂ, അങ്ങനെ പറയും. അത് ഞാൻ അറിഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മയുടെ ആഗ്രഹമാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ നമ്മുടെ ഹംപിയിൽ മറ്റേ 50 രൂപ നോട്ടിൻ്റെ പുറയിലുള്ള ഫോട്ടോ ഉണ്ട്, അത് ഹംപിയിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് നോക്കുമ്പം ഇവിടെ പോകണം, ആഗ്രഹമുണ്ട്. അത് നമ്മൾ പോയി കണ്ട് അതൊരു ഭയങ്കര ഫീലാണ്. എൻ്റെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ടത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിനുവേണ്ടി സപ്പോർട്ട് വീട്ടുകാരെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ മെയിൻ മോട്ടിവേഷൻ. ഇതാണ് യാത്ര ചെയ്യണം. അങ്ങനെയാണ് ഞാൻ യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മളത് എന്താ പറയുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ ആഗ്രഹങ്ങൾ. നമസ്കാരം, ലെറ്റ്സ് ടോക്ക് മലയാളത്തിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെറും 16,000 രൂപ കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കാൻ പറ്റുമോ? പറ്റും എന്ന് തെളിയിച്ച 21 വയസ്സുകാരനായ കേശവാണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് മലയാളത്തിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. കേശവ്, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എല്ലാവരെയും പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് വെറും 16,000 രൂപയ്ക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയിരിക്കുന്നത്? യാത്ര ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മിക്കവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് പൈസയാണ്. യാത്ര ചെയ്യാൻ പൈസ വേണമെന്നാണ് എല്ലാവരും. അപ്പോൾ എനിക്കിത് യാത്ര ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ചിലവ് വരുമെന്നറിയാം. എന്നിട്ടും അപ്പോൾ എത്രമാത്രം ചിലവ് കുറച്ച് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അറിയണം. ഞാൻ അങ്ങനെയാണ് എൻ്റെ മിക്ക യാത്രകളും ചെയ്യുന്നത്. മാക്സിമം ചിലവ് ചുരുക്കിയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് എത്രമാത്രം എങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റും, എത്രമാത്രം പറ്റും. ഞാൻ തിരക്കിയത് വെച്ച് മാക്സിമം 20,000 രൂപ വരെ
ഇന്ത്യൻ മണി 20,000 രൂപ വരെ ചിലവ് ചുരുക്കി പോകാൻ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ അത് അല്ലെ അതിൽ താഴെ, അതായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം അതിനു വേണ്ടിയുള്ള അതിൽ താഴെ അതെ സ്വന്തമായിട്ട് സെറ്റ് ആക്കി. അതെ അതെ എൻ്റെ ഒരു ബഡ്ജറ്റിൽ എനിക്ക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ നേരത്തെ ചെയ്ത യാത്രയെല്ലാം അതുപോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പറ്റുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ ഉണ്ടാക്കാൻ, ആ ഒരു എമൗണ്ടിൽ എൻ്റെ തന്നെ സ്വന്തം പൈസക്ക് പോകണം എന്നുള്ള ഇതിൽ. അപ്പൊ എങ്ങനെയാണ് അതിനു വേണ്ടിയുള്ള പണമൊക്കെ കണ്ടെത്തിയത്? പണം ഞാൻ ആദ്യത്തെ യാത്ര പോകാൻ വേണ്ടി എൻ്റെ കൂട്ടുകാരനൊപ്പം ഒരു പച്ചക്കറി കടയിൽ ഒരു 4 മാസത്തോളം, അത് അവിടെ വീടിനടുത്ത് തന്നെ, കായംകുളമാണ്, അവിടെ അടുത്താണ് പോയത്. അതിനുശേഷം യാത്രയൊക്കെ അതിന് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു, യാത്രയ്ക്ക് ഭാഗ്യം വന്നത്. പിന്നെ ഇതിന് പോകാൻ വേണ്ടി ഞാൻ സ്വിഗ്ഗിയാണ് എടുത്തത്. സ്വിഗ്ഗി കുറച്ച് നാൾ കൂടി അങ്ങനെ സ്വന്തമായിട്ട് പണമൊക്കെ കണ്ടെത്തി. അപ്പോൾ 21 വയസ്സേ ഉള്ളൂ. ഈ സമയം കൊണ്ട് എവറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്വപ്നം എപ്പോഴാ മനസ്സിൽ കയറിക്കൂടിയേ? അതിന് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എവറസ്റ്റ് മനസ്സിൽ കയറി നമ്മളറിയാമല്ലോ, കൊച്ചിലെയൊക്കെ നമ്മൾ ഫോട്ടോയിൽ ഒക്കെ കണ്ട ഒരു ഇതേ ഉള്ളൂ. അന്നൊന്നും ആഗ്രഹമില്ല, നമ്മൾ പോകുമെന്ന് ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ ആദ്യം എൻ്റെ മനസ്സിലേക്ക് എവറസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റും എന്നൊരു ഇത് വന്നത് ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഒരു SFIക്കാർ നടത്തിയ ഒരു സാഹസിക ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ അവിടെ വെച്ച് ഷെയ്ഖ് ഹസൻ ഖാൻ കേട്ടിട്ടുണ്ടാവും, പുള്ളി 7 കൊടുമുടിയും കയറിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിയുടെ അനുഭവം പറഞ്ഞ്, അപ്പോൾ പുള്ളിയാണ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ വരെ ഇൻസ്പിറേഷൻ. അപ്പോൾ അതെ, പുള്ളി ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളി 7 കയറിയിട്ടില്ല, അതിന് മുമ്പാണ്. അതിനുശേഷമാണ് പുള്ളി 7 കീഴടക്കിയത്. അപ്പം പുള്ളിയാണ് പറഞ്ഞത് നമുക്ക് ഇവിടെ വരെ പോകാൻ പറ്റും, നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ വരെ പോകാൻ പറ്റും, അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു. അപ്പോഴും പോകണമെന്നുണ്ട്, പക്ഷെ എപ്പോൾ പോകും, പുള്ളി അത് പറഞ്ഞപ്പോൾ എപ്പോൾ പോകും നമുക്കറിയത്തില്ല. പിന്നെ പൈസ നമ്മുടെ കോളേജിൽ പഠിക്കുന്നില്ല, നമ്മുടെ ഇൻകം ഇല്ല. അപ്പം അതിനുശേഷം പൈസ ട്രാവൽ ചെയ്യാൻ, പൈസ ജോലി ചെയ്തപ്പോൾ ഒരാഗ്രഹമായിരുന്നു പോകണം, എവറസ്റ്റ് പോകണം അങ്ങനെയുള്ളത്. അവിടെ എത്തി, ആ ഒരു ജേർണി അവിടെ എത്തി, നമ്മുടെ ഇന്ത്യൻ പതാക അവിടെ കുത്തി കഴിഞ്ഞപ്പോഴുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ എന്താ തോന്നി? ശരിക്കും ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു, ഒരു ഗൂസ് ബംസ്. അതെ അതെ, കാരണം നല്ല പാടാണ് നമുക്ക്, വെറൊരു നടപ്പല്ല. ABC കയറിയവർക്ക് അറിയാം, അത്യാവശ്യം ടഫാണ്, നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നല്ല കയറ്റമൊക്കെ വരുമ്പോഴും നമ്മൾ കിതയ്ക്കും, ഭയങ്കരമായിട്ട് ഓക്സിജൻ ലെവലൊക്കെ കുറയുമ്പോഴും നമ്മൾ നടക്കുമ്പോഴെല്ലാം കിതയ്ക്കും. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കയറുമ്പോഴെല്ലാം മനസ്സിൽ അതേ ഉള്ളൂ, എന്നെങ്കിലും എത്തും, ഇന്നല്ലെങ്കിൽ 2 ദിവസം, നമുക്ക് കറക്റ്റ് ഡേറ്റ് പറയാൻ പറ്റത്തില്ല. അപ്പം നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ അതിൻ്റെ മുമ്പിൽ പോകും, ഈ പതാക എടുത്ത് നിൽക്കുമെന്നുള്ള ആ ഒരു മൈൻഡിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ നിൽക്കണം, അതെല്ലാം എനിക്ക് മനസ്സിലുണ്ടായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ കയറ്റത്തിലെല്ലാം മനസ്സിലതാണ്, ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന്. അതെ, ബുദ്ധിമുട്ട്, അതെ, നല്ല രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്നു. അതെ, ഈ ഒരു ബഡ്ജറ്റ് പോവാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടാണ്. കേശവ്, എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളത് ആ 16,000 രൂപ ബഡ്ജറ്റിൽ എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളത്. അപ്പം ആ ഒരു ബഡ്ജറ്റ് പ്ലാൻ സെറ്റിംഗ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അവിടെ നിന്ന് യാത്രയൊക്കെ പോയത്? ബഡ്ജറ്റ് പ്ലാൻ 16,000 അല്ല, മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാം ഞാൻ ചുരുക്കി. അതായത് ഞാൻ കേരളത്തിൽ നിന്ന് പോയത് ജനറൽ കമ്പാർട്ട്മെന്റിൽ UP വരെ പോയി. അച്ചിരി അറിയാലോ, പാടുള്ള പരിപാടിയാണ് എല്ലാവർക്കും. അങ്ങനെ പോയി തിരിച്ച് റിട്ടേൺ അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡറിൽ പോയി, നമ്മൾ UP ഗോരഖ്പൂർ വരെ നമുക്ക് ട്രെയിനിൽ പോവാം. അതിനുശേഷം അവിടുന്ന് സൊണോലി ബോർഡർ ഒരു 100 കിലോമീറ്റർ അടുത്തുണ്ട് ബസ്സിൽ. അപ്പോൾ ഇതിനൊക്കെ അറിയാലോ, തുച്ഛമായ ബോർഡറിലോട്ട് പോയാൽ 125 150 രൂപയായുള്ളൂ. അങ്ങനെ മാക്സിമം, അതായത് ഫുഡിൽ നമുക്ക് മാക്സിമം പൈസ ലാഭിക്കാൻ പറ്റുന്നത് ഫുഡിലും സ്റ്റേയിലുമാണ്. ഇതിനു വേണ്ടി ഞാൻ എൻ്റെ ടെൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി കുക്കിംഗ് സെറ്റും എല്ലാം. അപ്പം നമ്മൾ എല്ലാം ഉണ്ടായിരുന്നു, ഗ്യാസും കുക്കിംഗ് സെറ്റും എല്ലാം ആയിട്ടാണ്. അതെ, അതായത് നമുക്ക് അങ്ങനെ പൈസ ലാഭിക്കാൻ പറ്റത്തുള്ളൂ ഒരു യാത്ര ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ തന്നെയാണ് പോയത്, എല്ലാം ബസ്സിലും ബസ്സും ട്രെയിനും ഒക്കെ തന്നെ യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് അതായത് നമുക്ക് വണ്ടി പോവാൻ, ഈ നേപ്പാൾ ഇവിടെ വരെ വണ്ടി പോകാൻ പറ്റുന്ന സ്ഥലവും ഉണ്ട്, പോകാൻ പറ്റുന്നിടം വരെ. അവിടുത്തെ ഞാൻ തിരക്കിയപ്പോൾ 3000 നേപ്പാളി അവരെന്നോട് ചോദിച്ചു. ജീപ്പ്, ഷെയർ ജീപ്പേ ഉള്ളൂ കാർ.
റോഡ് മോശമാണ്, ഇത്രയും ദൂരമുണ്ട്, 5-6 മണിക്കൂർ ജീപ്പിൽ പോകേണ്ട ദൂരമുണ്ട്. അപ്പം അതെന്നോട് ചോദിച്ചപ്പം 3000 നേപ്പാളി. ഞാൻ പറഞ്ഞു ഞാൻ ബഡ്ജറ്റ് എത്ര ചുരുക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ നടക്കാം. നടന്നു. നടന്നു. എത്ര കിലോമീറ്റർ നടന്നു? അത് എനിക്ക് ആ ദൂരം എനിക്ക് അത്ര കറക്റ്റ് അറിയത്തില്ല, ഏത് ഞാൻ ഈ വണ്ടി പോകുന്ന വരെ. പക്ഷെ ഞാനത് 2 ദിവസത്തോളം എടുത്തു. തിരക്കിയപ്പോൾ അറിഞ്ഞത് 3 ദിവസം വരെ എടുക്കുമെന്നാ. പക്ഷെ എനിക്ക് ആദ്യം ഒരു ലോറി ലിഫ്റ്റ് കിട്ടി. ഞാനൊരു 50% അങ്ങനെ പോയി. പിന്നെ 2 ദിവസം നടന്നാണ് അവിടെ എത്തിയത്. എത്ര ദിവസം എടുത്തു നമ്മൾ കേരളത്തിൽ നിന്ന് അവിടെ എത്താനായിട്ട്? ഞാൻ ഏപ്രിൽ 7-ന് തുടങ്ങി, തിരിച്ച് 28-ന് അല്ല 21 ദിവസം സംതിങ് എടുത്തു. അതിനകത്ത് കൂടുതലും ട്രാവലിന് അറിയാലോ, ഈ ട്രെയിന് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2.5 ദിവസം 3 ദിവസം എടുക്കും. അതുകൊണ്ടാണ് അത്രയും ദിവസമായത്. അല്ലെങ്കിൽ നേരത്തെ നമുക്ക് യാത്രക്കിടയിൽ ഉണ്ടായ പ്രതിസന്ധികൾ എന്തൊക്കെയാ? ഇപ്പം നമ്മുടെ കയ്യിൽ അതിനുള്ള ബഡ്ജറ്റേ ഉള്ളൂ, ഫുഡ് കഴിക്കണം. അപ്പൊ ഫുഡൊക്കെ എങ്ങനെയാ സെറ്റ് ആക്കിയത്? ഫുഡ് നേപ്പാളിലെന്ന് പറഞ്ഞാൽ നമുക്ക് റൂം ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അതായത് 500 നേപ്പാളി, അത് നമ്മുടെ ഒരു 300 സംതിങ് അത്ര വരത്തുള്ളൂ. അതുകൊണ്ട് റൂം അവിടെ ചീപ്പ്. അവിടെ നിന്ന് വെച്ചാൽ ഫുഡിനാണ് റേറ്റ് കൂടുതൽ. അത് നമുക്ക് മാക്സിമം പിടിക്കാൻ പറ്റും. അതായത് പൊക്കം കൂടുന്നവർ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ നടന്നു പോയ വഴി തന്നെയാണ് ഇവർ ഫുഡും സാധനം കൊണ്ടുപോകുന്നത്. അത്രയും പാട് തന്നെ. അപ്പോൾ ഫുഡിന് ഭയങ്കര റേറ്റാണ്. അതായത് നമ്മളിപ്പോൾ റൂം എടുക്കുമ്പോൾ 500, പക്ഷേ ഫുഡും കൂടെ കഴിച്ച്, അതായത് നമ്മൾ 2 നേരം 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ 3000 നേപ്പാളി, 2500 നേപ്പാളി, അത്രയും വ്യത്യാസമുണ്ട് ഫുഡിന്. അത് കൂടും. അപ്പം അത് നമുക്ക് ലാഭിക്കാൻ പറ്റിയാലാണ് ബഡ്ജറ്റ്. അതിനുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾ നടന്ന് രാത്രി ആയിരിക്കും ചെല്ലുന്നത്. അപ്പം അവിടുന്ന് ഫുഡ് കഴിക്കണം, അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ റൂമിന് അവർ റേറ്റ് കൂടുതൽ ചോദിക്കും. അപ്പം നമ്മൾ ഇടയ്ക്ക് നമുക്ക് ബഡ്ജറ്റ് പിടിക്കണമല്ലോ. അപ്പം ഞാൻ പറയാം വയറിന് അത്ര സുഖമില്ല, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റൂമിൽ എൻ്റെ സാധനത്തിൽ ഉണ്ടായി കഴിക്കും. എന്നിട്ട് രാവിലെ 1 നേരമേ അവിടുന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു ബഡ്ജറ്റ് പിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ബഡ്ജറ്റൊക്കെ സേവ് ചെയ്ത്. അതെ, അങ്ങനെയാണ് പോയത്. ഇപ്പം നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെ കുറിച്ചും അവിടുത്തെ ഒരു സാഹസികതയെ കുറിച്ചൊക്കെ സംസാരിച്ചേ. അപ്പം എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്ര എങ്ങനെയായിരിക്കും? എത്ര ദിവസം എടുക്കും? ഇതിനേക്കാളും കുറച്ചും കൂടി ടഫ് ആയിരിക്കുമല്ലോ. അതിനെ പറ്റിയിട്ടൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ടോ? കണക്ക് കൂട്ടി ഞാൻ അവിടെ തിരക്കിയിട്ടുണ്ട്. തിരക്കിയതനുസരിച്ച് ഇത് തിരക്കിയപ്പോൾ അവര് പറഞ്ഞത് അത് ഇപ്പൊ കറക്റ്റ് ആണോ, എത്ര ദിവസം എടുക്കും? ഞാൻ അറിഞ്ഞത് വെച്ച് ഈ ഞാൻ പോയ ബേസ് ക്യാമ്പില്ലേ, അവിടുന്ന് നമ്മൾ ഒരു 25 തൊട്ട് 30 ദിവസം വരെ എടുക്കും എവറസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അത്ര പാടാണ്, ടഫാണ്. നമ്മളിത് എവറസ്റ്റിന്റെ ഒരു ബേസ് ക്യാമ്പാ, ഫസ്റ്റ് ക്യാമ്പാ. അതിനുശേഷം ഒരു 4 ക്യാമ്പും കൂടെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഈ പോകുന്നവർ ഈ ക്യാമ്പിലെല്ലാം പോണം. അപ്പൊ ആ ഒരു സമയം എടുക്കുക. കാരണം 5364 ഇവിടുന്ന് 8000 സംതിങ് ആണ് എവറസ്റ്റ്. അത്ര നമ്മൾ കയറണം. അത്ര എലിവേഷൻ ചെറിയ കാര്യമല്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും സമയം എടുക്കും. സമയം മാത്രമല്ല, ബഡ്ജറ്റും കൂടി ഒരു പ്രശ്നമാണ്. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം ഒരു 50 ലക്ഷം രൂപയൊക്കെ അടുത്ത് എവറസ്റ്റ് കയറാനായിട്ട് എടുക്കും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത്രയും രൂപ ഈ എവറസ്റ്റ് കയറാനായിട്ട്? അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഇത്രയും ദിവസം, അതായത് ഞാൻ ഈ ഒരു ദിവസം തന്നെ അറിയാമല്ലോ എനിക്ക് ഇത്രയായി, ഇത്ര പിടിക്കാൻ പറ്റി. പക്ഷെ അതുപോലെ നമുക്ക് അവിടെ പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് ടെന്റ് അടിച്ച് കിടക്കാൻ എന്തായാലും പറ്റത്തില്ല. അപ്പം ഇത്രയും ദിവസം, അപ്പം അതിനനുസരിച്ചുള്ള സ്റ്റേ, പിന്നെ ടോപ്പ് നോച്ച് ഗിയേഴ്സ് ആയിരിക്കും നമുക്ക് വേണ്ടത്. എല്ലാം ജാക്കറ്റ് ആയാലും ഓക്സിജൻ, പിന്നെ നമ്മുടെ ഈ ഓക്സിജൻ കൊണ്ടുപോകാൻ ആൾക്കാർ, നമ്മുടെ കൂടെ ഒരു ഗൈഡ് കാണും, ഷെർപ്പ, അവർക്കുള്ള ഇത്, അങ്ങനെ എല്ലാം കൂടാണ് ഈ ഒരു ബഡ്ജറ്റ്. അപ്പം അതൊരു കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര അറിയാലേ, എവറസ്റ്റ് ഹൈലി റിസ്കി ഉള്ള പരിപാടിയാണ്. സോ അവിടെ ഇത്രയും സേഫ്റ്റി മെഷേഴ്സും എല്ലാം നോക്കണം, ഇൻഷുറൻസും എല്ലാം ഉണ്ട് അതിനകത്താണ്. 50 തൊട്ട് സ്റ്റാർട്ടിങ് ആണ്, ഫുൾ അതിന് മണ്ടക്കോട്ടാണ്. കേശവന്റെ ഈ യാത്രകളുടെയൊക്കെ ആരംഭം എവിടെ നിന്നായിരുന്നു? ആദ്യം പോയ സ്ഥലം ഏതാ ഇത്ര ലോങ് ആയിട്ടൊക്കെ? ലോങ് ആയിട്ട് ഞാൻ ആദ്യം പോയത് എൻ്റെ ബ്രദറിന്റെ സിസ്റ്ററിൻ്റെയും കൂടെ അഗസ്ത്യാർകൂടം, കേരളത്തില്. അതാണ് എനിക്ക് ഓർമ്മയുള്ളൊരു ഫസ്റ്റ് ട്രിപ്പ്. ഞാനായിട്ട് ഇറങ്ങി. അതായത് സത്യത്തിൽ ഞാനത് ഒറ്റയ്ക്ക്, ഞാൻ സോളോ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ യാദൃശ്ചികമായിട്ട് ഇവരും കൂടെ, എൻ്റെ ബ്രദർ സിസ്റ്ററും വരികയായിരുന്നു. അതൊരു 2-3 ദിവസം എടുത്തു. അതും ഒരു ബിഗിനറിന് അല്ലെങ്കിൽ പറ്റിയൊരു ട്രക്കാണ്. അത് അത്യാവശ്യം സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല അത്യാവശ്യം ടഫാണ്. അതാണ് എൻ്റെ തുടക്കം. ഞാൻ അങ്ങനെ പോയി. അതായത് അതിനു മുമ്പ് ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം ആ ട്രിപ്പ് അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങനെ പോയിട്ടില്ല. ഞാനായിട്ട് പോയിട്ടില്ല, ഇൻകത്തിൻ്റെ ഇത് കാരണം പോയിട്ടുമില്ല.
തുടങ്ങിയത് അഗസ്ത്യാർകൂടമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഫാമിലി ആയിട്ട് ആയിട്ട് പോയി. അതിനുശേഷം പിന്നീട് ഓൾ ഇന്ത്യ ട്രിപ്പ് അതെ പോയിരുന്നു. അതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് പോയതാണ്. അതെന്ന് വെച്ചാൽ ഈ അഗസ്ത്യാർകൂടം പോയിട്ട് അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഓൾ ഇന്ത്യ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം വീട്ടുകാർക്ക് നോക്കിയാൻ വേണ്ടി ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് കോയമ്പത്തൂര്, കന്യാകുമാരി. ഈ കന്യാകുമാരിയൊക്കെ അറിയാമല്ലോ, എല്ലാവരും ഫാമിലി ആയിട്ട് പോകുന്ന ആ കൊച്ചിലെ എല്ലാവരും. പക്ഷെ ഞാൻ പോയിട്ടില്ല. അപ്പം എനിക്ക് പോകണം ആഗ്രഹം, ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കന്യാകുമാരി പോയി. അങ്ങനെ വീട്ടുകാർക്ക് ഓക്കെ ആയി. ഞാൻ പോയിട്ട് സേഫായിട്ട് തിരിച്ചു വരുന്നുണ്ട്. അതെ. പിന്നെ ഞാൻ കുറേ നാൾ കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് അമ്മ എനിക്ക് ഓൾ ഇന്ത്യ പോകണം അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു. അപ്പം ഇതിൻ്റെ മെയിൻ വെല്ലുവിളി ബഡ്ജറ്റാണ്. അപ്പം വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടാകരുത്. നമ്മൾ അത്ര ഫിനാൻഷ്യലി ഭയങ്കര ഇതല്ല. അപ്പം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുത്. ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ പോകുമ്പോൾ അറിയാമല്ലോ, 5-10 ദിവസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഇത്ര 28 സ്റ്റേറ്റും കവർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് എന്തായാലും ഈ എമൗണ്ട് പറ്റില്ല എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ ഒരു പച്ചക്കറി കടയിൽ ജോലിക്ക് പോയത്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ ട്രിപ്പിനുള്ള പൈസ അവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. അതെ, അങ്ങനെയാണ്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? കംപ്ലീറ്റ് ആക്കാൻ പറ്റാഞ്ഞത് എൻ്റെ അമ്മുമ്മ. ഞാൻ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത് 4 മാസത്തോളം പോയി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മുമ്മയ്ക്ക് വയ്യാതായി, മരിച്ചു. ആ ഒരു ഇതിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു, നിർത്തി. അങ്ങനെയാണ് ഞാൻ തന്നത്. അപ്പം ഈ എവറസ്റ്റിൻ്റെ ഞാൻ പിന്നിത് പോകാനുള്ള കാരണം എൻ്റെ അമ്മുമ്മ തന്നെയാണ്. ഞാൻ ആദ്യം ഓൾ ഇന്ത്യ പോകുന്ന അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ എവറസ്റ്റ് ഓൾ ഇന്ത്യ കഴിഞ്ഞിട്ട് ഈ നേപ്പാളിൽ പോയി EBC നമുക്ക് പോകാൻ പറ്റുമല്ലോ, അവിടെ വരെ പോകണം എന്ന് ആദ്യം പറഞ്ഞത് അമ്മുമ്മയോടാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര വിഷമമായിപ്പോയി. അമ്മുമ്മയോട് അമ്മുമ്മയുടെ യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിട്ട് തിരിച്ച് ഒന്നും പോകാൻ പറ്റിയില്ല, പറയാനും പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മുമ്മയ്ക്ക് വയ്യാതെ. അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മുമ്മയോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കണം. അമ്മുമ്മയോട് അമ്മുമ്മ ആദ്യം പറഞ്ഞത് അമ്മുമ്മയോടാണ്, ഞാനിങ്ങനെ പോകും, എനിക്ക് എവറസ്റ്റിൽ EBC പോകും, എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഞാൻ അമ്മുമ്മയാണ് സപ്പോർട്ട് തന്നത് ഏറ്റവും കൂടുതൽ. തന്നിട്ടുണ്ട്. അമ്മുമ്മ കൊച്ചിലെ മുതൽ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ഭയങ്കരമാണ്. എന്നിട്ട് പിന്നെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഈ പോയ സമയത്ത് അമ്മുമ്മ ബന്ധുക്കളെയൊക്കെ വിളിക്കുമ്പോൾ പറയും അവ ഹിമാലയത്തിൽ പോകും, പോകാൻ ഓൾ ഇന്ത്യ എന്നല്ല, അമ്മ പറയുമ്പോൾ ആ ഹിമാലയത്തിലൊക്കെ പോയിട്ടേ വരത്തുള്ളൂ അങ്ങനെ പറയും. അത് ഞാൻ അറിഞ്ഞപ്പോൾ അമ്മുമ്മയ്ക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. ആദ്യം അമ്മുമ്മയോട് പറഞ്ഞു, അമ്മുമ്മയുടെ ആഗ്രഹമാണ്, അതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള അതെ അമ്മുമ്മ അടുത്ത് ആ വാക്ക് പാലിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് പിന്നെയും കുറച്ച് പൈസ റെഡിയാക്കി പോയത്. വീണ്ടും യാത്ര, അത്രയും ആഗ്രഹിച്ചൊരു യാത്ര നമ്മൾ പോകുന്നു, ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വരുന്നു, പിന്നെയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ആർജവം എന്തായിരുന്നു? എനിക്ക് പിന്നെയും തിരിച്ചു പോകണം, എനിക്കത് നേടണം എന്നൊക്കെ ഉള്ളൊരു. അപ്പം ആരാ കൂടുതൽ മോട്ടിവേഷനൊക്കെ തന്നെ? മോട്ടിവേഷൻ എന്തുകൊണ്ട് വീട്ടിലാണ്. വീട്ടിൽ അവർ യാത്ര എന്നോട് ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അച്ഛനായാലും അമ്മയായാലും. അമ്മയ്ക്ക് ടെൻഷനില്ല, അച്ഛന് പിന്നെയും ടെൻഷനാണ്. ഞാൻ പോകുമ്പോൾ എപ്പോഴും വിളിക്കണം, വൈകിട്ട് 2 നേരം എല്ലാം വിളിക്കും. അമ്മയ്ക്ക് ആ ടെൻഷനില്ല. അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ്, ഞാൻ പോയിട്ട് വരും. അതെ, പോയിട്ട് വരും, കുഴപ്പമില്ല, അമ്മ ഓക്കെയാണ്. പക്ഷെ അച്ഛന് ഭയങ്കര ടെൻഷനാണ്. അത് ചേച്ചി ആയാലും അച്ഛനും ചേച്ചിക്കുമാണ് ടെൻഷൻ. അമ്മ കൂൾ മൈൻഡ് ഓക്കെയാണ്, സപ്പോർട്ടും അവർ തന്നെയാണ് എല്ലാത്തിനും. കേശവ്, ഇത്രയും കിലോമീറ്ററുകളൊക്കെ യാത്ര ചെയ്ത് മലയൊക്കെ കയറണമെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാമിന വേണം. അത്യാവശ്യം നല്ല പോലെ സ്റ്റാമിന വേണം. അപ്പം ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ EBC പോകാൻ പ്ലാൻ ഇടുന്നതിന് 1 മാസം മുമ്പ് തൊട്ട് ജിമ്മിൽ പോകാം. ഞാൻ നേരത്തെ ജിമ്മിൽ പോകാറുണ്ട്. അപ്പം കുറച്ചുകൂടെ നല്ല വർക്കൗട്ട് ചെയ്ത് ഞാൻ ഫിസിക്കലി ഒന്ന് ഓക്കെ ആയിട്ടാണ് ഫുഡ് ഒരുപാട് കഴിച്ചത്. കാരണം എനിക്കറിയാം നമ്മൾ ബഡ്ജറ്റ് പിടിക്കാൻ പോവുക, ഫുഡ് കുറച്ചേ കഴിക്കാൻ പറ്റത്തുള്ളൂ, നമ്മളതിനെ ഉണ്ടാക്കി കഴിക്കാൻ പോവുക. അതുകൊണ്ട് നമ്മൾ ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ വണ്ണം വെച്ച് അത്യാവശ്യം ഒന്ന് ഫിസിക്കലി ഓക്കെ ആയിട്ട് തന്നെയാണ് പോയത്. കാരണം എൻ്റെ നോക്കിയാൽ അറിയാം, ഞാൻ ചില സമയത്തൊക്കെ ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. ഒരു നേരം ഫുഡ് ഉണ്ടാക്കുന്നത് വെച്ചാൽ മാഗിയാണ്. അത് എത്രമാത്രം നമുക്ക് എനർജി തരുമെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അത്രയും ഫുഡ് ഒക്കെ കണക്കാക്കിയാണ് ഞാൻ യാത്ര ചെയ്തത്. അപ്പോൾ നല്ല ആരോഗ്യം വേണം, അതിന് ഫിസിക്കലി ഒക്കെ ഓക്കെ ആയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അത് എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. നമ്മൾ ഏത് ട്രക്കിന് ഇറങ്ങുവാണെങ്കിലും നമ്മൾ ഫിസിക്കലി ഓക്കെ ആവണം, ഒരു നിർബന്ധമാണ്.
പിന്നെ ഇതിൻ്റെ എല്ലാം മെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സ്കൂൾ പഠിച്ചപ്പോഴേ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടായിരുന്നു. ആ ഒരു ഇതും പിന്നെ കോളേജിൽ NCC അതിലും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇവിടുന്ന് കിട്ടിയ ഒരു ആർജവം, ആർജവവും അവിടുന്ന് കിട്ടിയ ഒരു ഒരു പരിശീലനം പരിശീലനം. അതെ, NCCയുടെ ട്രെയിനിങ് അറിയാലോ, ആർമി ട്രെയിനിങ് ആണ്. അപ്പം അതുകൊണ്ട് ഫിസിക്കലി അത്യാവശ്യം ഞാൻ ഓക്കെ ആയിരുന്നു. NCC കുറെ അധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ഫിസിക്കലി ഓക്കെ ആവാനും മെന്റലി ഫിസിക്കലിയും ഓക്കെ ആവാൻ NCC ഒക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കേശവിന്റെ ഈ യാത്രയിൽ ഒരുപാട് പേര് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവും ഉണ്ടാവും. അപ്പം കേശവ് ഈ യാത്രയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോഴത്തേനും നിനക്കൊണ്ടത് പറ്റില്ലടാ, ഇതൊന്നും നടക്കില്ല, ഇതൊന്നും നമുക്ക് വേണോ, അങ്ങനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്? അത് ഈ EBC പോകുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓൾ ഇന്ത്യ ഞാൻ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. കാരണം അത് ഫാമിലിക്കകത്ത് പ്രത്യേകിച്ച് അറിയില്ല. അവർ വിചാരിച്ചു ഞാൻ ചിലപ്പോൾ വെറുതെ പറയുന്നതായിരിക്കും. അല്ല, അതെൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അത് ഞാൻ അമ്മയുടെ അച്ഛനോടൊക്കെ ഞാൻ ഓൾ ഇന്ത്യ പോവുകയാണ്, ഞാൻ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പോകുവാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് ചിലപ്പോൾ എപ്പോഴും വൺ ഡേ അല്ല എപ്പോഴും പോയിട്ട് ചിലപ്പോൾ മടുത്ത് കഴിയുമ്പോൾ തിരിച്ചു വരും, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ മടുത്ത് അല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരും എന്ന് അവർക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അതൊക്കെയാണ് എനിക്കൊരു മോട്ടിവേഷൻ. എന്ത് വന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചു പോകൂ. അതിൽ നിന്ന് ആ മോട്ടിവേഷനാണ് എനിക്കൊരു ആർജവമായത്. അപ്പം എങ്ങനെ ആയാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടേ തിരിച്ചു വരുമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അത് തന്നെ അറിയാലോ, ഈ ഓൾ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഒട്ടും ഓക്കെ അല്ല. കാരണം നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുക. അപ്പം ഈ ബൈക്കിൽ പോകുന്നത് പോലല്ല, ബൈക്ക് നമ്മൾ വിട്ടടിച്ച് പോവാം. പക്ഷെ ഞാൻ പോയത് അങ്ങനെയല്ല. ഞാൻ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓരോ സ്ഥലങ്ങൾ മേജർ സ്ഥലങ്ങളിൽ പോയി. അപ്പം അറിയാലോ ഞാൻ എങ്ങനെയായിരുന്നു ആ യാത്ര ഞാൻ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി. അപ്പോൾ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലങ്ങളുണ്ടല്ലോ, മെയിൻ സ്ഥലങ്ങൾ, ബസ്സിലും കൂടുതൽ ലിഫ്റ്റ് അടിച്ച്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാക്സിമം ബഡ്ജറ്റ് ഞാൻ ഈ 4 മാസം സെപ്റ്റംബർ തൊട്ട് ജനുവരി വരെ പോയത് എൻ്റെ ഫുൾ ഓൾ ഇന്ത്യ 18 സ്റ്റേറ്റ് കവർ ചെയ്യാൻ ഞാൻ 40,000 രൂപയാണ്. അത്രയും ഞാൻ ചുരുക്കി. അതായത് ഞാൻ വന്ന സമയത്ത് ഞാൻ ക്ഷീണിച്ച്, കാരണം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ഞാൻ, പിന്നെ താമസം എല്ലാം ടെൻറ്റിലാണ്, കൂടുതലും പെട്രോൾ പമ്പ്, ഗുരുദ്വാര അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കിയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആരുതുണ്ട് മോട്ടിവേഷനും എല്ലാം അതൊക്കെ തന്നെ. അപ്പം ഈ EBCക്ക് എനിക്ക് അങ്ങനെ ആരും നിരുത്സാഹപ്പെടുത്തില്ല. കാരണം വീട്ടുകാർക്കും അല്ലെങ്കിൽ കൂട്ടുകാർക്കും ഉൾപ്പെടെ മനസ്സിലായി ഞാൻ പോകും, ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും. കാരണം ഞാൻ ഓൾ ഇന്ത്യ പോയപ്പോൾ ഞാൻ ഇടയ്ക്ക് വലിയതൊന്നും അല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യും, ഞാൻ പോകുന്ന വ്ളോഗിങ് പോലെ. അപ്പോൾ അവർക്ക് അത്യാവശ്യം എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ പോകും. അതുകൊണ്ട് EBC ഞാൻ പോകുന്നു പറഞ്ഞ സമയത്തൊന്നും നല്ല സപ്പോർട്ട്, പിന്നെ ഒരുപാട് ഞാൻ അത് എവിടെയെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സപ്പോർട്ട്. ഓൾ ഇന്ത്യ പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ തിരിച്ചു വന്നത്, അത്രയല്ല. പക്ഷേ EBC പോയപ്പം ഞാൻ ഏറ്റവും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചില്ല അത്ര സപ്പോർട്ടായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഒരുപാട് പേര്, ഞാൻ വിചാരിക്കാത്ത കൂട്ടുകാർ അതെ ഒരുപാട്. അതായത് എനിക്കറിയത്തില്ല, നമ്മൾ പണ്ട് കൂടെ പഠിച്ചവർ വരെ ഇത് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക, അവര് സ്റ്റോറി ഇടുക. അറിയാമല്ലോ, നമ്മൾ സ്റ്റോറി ഇടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നതല്ല. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി, അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇത്ര സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പം വീട്ടുകാർ തരും, പക്ഷേ നമ്മളറിയാലോ ചില നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ ഒരു മുഴുവൻ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെനിക്ക് അത് അവർക്കും ഇങ്ങനെ ഇപ്പം കേശവന്റെ അടുത്ത് പറഞ്ഞു, നീ പോകുന്ന കണ്ടപ്പോ എനിക്കും പോകാൻ ആഗ്രഹം വന്നു പറഞ്ഞ ഒരുപാട് പേർക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് മോട്ടിവേഷൻ പലരും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പോകണം, അവരെന്നോട് വിളിച്ച് ചോദിക്കുകയും അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട്, നീ പൊളിക്കുക. അവർക്ക് പറ്റിയില്ല, മീൻസ് ഡിഗ്രി കഴിഞ്ഞ് മിക്കവരും അടുത്ത കോഴ്സിന് പോകും. ആ സമയത്തെല്ലാം അവർ പറയും അവർക്ക് പറ്റിയില്ല, നീ പൊളിക്ക്, ഫുൾ സപ്പോർട്ട്, എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക് എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ വരും. എനിക്ക് ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. അവര് കേശവന്റെ അടുത്ത് അഡ്വൈസ് വാങ്ങിയിട്ട് അവരെങ്ങനെ സ്റ്റാർട്ട് ചെയ്തോ? ഒരുപാട് പേര് അങ്ങനെ പോയവര് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല 18 സ്റ്റേറ്റ് പോയ ഒരു അറിവ് എനിക്കുണ്ട്. അതിനനുസരിച്ച് അടുത്തുള്ള ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പോകണം, അതിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയവരും ഉണ്ട്. ഈ യാത്രകളൊക്കെ കേശവ് എന്ന വ്യക്തി എങ്ങനെ മാറ്റിമറിച്ചേക്കുന്നേ? യാത്ര മാറ്റിമറിച്ചത് എനിക്ക് എവിടെ അഡാപ്റ്റ് ആവാൻ പറ്റും. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി
നമ്മൾ ഒരു നാടോടിയെ പോലെ നമ്മുടെ കയ്യിൽ ടെൻ്റ് ഉണ്ട്. ഞാൻ റൂം എടുത്തിട്ടേ ഇല്ല. എൻ്റെ ഈ ഓൾ ഇന്ത്യ പോയ സമയത്ത് ഞാൻ ആകെ റൂം എടുത്തത് എനിക്കൊരാൾ എടുത്ത് തന്നതാണ്. ഞാൻ ഇത് ഛത്തീസ്ഗഡിൽ വെച്ച് ഒരു പോലീസുകാർ സംസാരിച്ച് അതൊരു വേറൊരു ഇൻസിഡൻറ്റാണ്. അങ്ങനെ ഞാൻ റൂം എടുത്തിട്ടേ ഇല്ല. അപ്പം ആ സമയത്ത് എനിക്ക് എവിടെ അഡാപ്റ്റ് ആകാൻ പറ്റും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ടുണ്ട്, കൂടുതലും പെട്രോൾ പമ്പിലാണ്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റത്തില്ല, അല്ലാതെ കിടന്നുറങ്ങിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരുടെ കൂടെയും ആസാമിലൊക്കെ അമ്പലങ്ങളിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എവിടെ അഡാപ്റ്റ് ആകാൻ പറ്റും. ഇത്ര ചില പ്രതിസന്ധികളൊന്നും എനിക്കതൊരു ഓക്കെ അല്ല. എനിക്ക് ബുദ്ധിമുട്ടേ ഇല്ല. ഇപ്പം ഓക്കെ ആയി. ഏത് പ്രതിസന്ധി ആയിട്ടിലും ഇപ്പം ഫുഡില്ല, അല്ലെ ഫുഡ് കഴിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അറിയാമല്ലോ. ഒറ്റപ്പെട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും സിമ്പിളല്ല. അതുകൊണ്ട് അതെന്നെ ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് ഏത് സാഹചര്യത്തിലും അത് ഇപ്പം ചെറിയ സ്ഥലം, ഈ ഒരു സ്ഥലം മതി. ഇപ്പം രാത്രി പെട്ടെന്ന് അറിയാം വലിയ ബെഡ്റൂം കട്ടിലൊന്നുമില്ല, ഈ ഒരു സ്ഥലത്തെ ഓക്കെയാ, ഞാനിവിടെ കിടന്നുറങ്ങും. ഞാൻ അത്ര കംഫർട്ടാണ്, എനിക്കത് പറ്റും. അങ്ങനെ ഒരു അഡാപ്റ്റ് ആയി ഞാൻ. യാത്രകളാണ് അങ്ങനെ ആക്കി. അതെ, അത് ഏത് സാഹചര്യത്തിലും നിൽക്കാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ട് എനിക്കിപ്പോൾ. കേശവിന്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക്, ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ഒരാൾക്ക് കേശവ് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? ഇങ്ങനെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, എനിക്കത് ചെയ്യാനുള്ള സ്വയം ഒരു എനിക്കിത് പറ്റുമോന്ന് നമ്മൾ സെൽഫ് ഡൗട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് കേശവ് എന്ത് അഡ്വൈസ് കൊടുക്കും? നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കെല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അപ്പം മാക്സിമം നമ്മളത് അത് എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ചോദിച്ചറിയാം. മിക്കവരും പൈസയുടെ കാര്യത്തിൽ, ഇപ്പോൾ യാത്രകളാണെങ്കിൽ പൈസ ഇല്ലാന്ന കാരണത്തിനായിരിക്കും മിക്കവരും വേണ്ടാന്ന് വയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തൊട്ടടുത്ത് പോകാനോ അങ്ങനെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിന് പൈസ ഒരു ബുദ്ധിമുട്ടല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ യാത്രയല്ല, വേറൊരാളോട് എനിക്ക് പറയണമെങ്കിൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കെല്ലാവരും ഒരു ലൈഫേ ഉള്ളൂ. ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. കാരണം അതാണ് എനിക്ക് പറയാനുള്ളത്. ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഏത് സാഹചര്യത്തിലായാലും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിപ്പോൾ പോയ EBC. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചു, അത്യാവശ്യം ഞാൻ പ്രയത്നിച്ചു. അതെനിക്ക് നേടിയെടുക്കാനും പറ്റി. അതുകൊണ്ട് ആഗ്രഹം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ യാത്രകൾ ചെയ്യാം? അപ്പൊ അവർക്ക് ഒരു ടിപ്സ് എന്ത് കൊടുക്കും? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് എന്തായാലും വേണം. ഞാൻ ഈ പോയ പോലെ ആണെങ്കിൽ തീർച്ചയായിട്ടും വേണം. കാരണം എനിക്ക് പറ്റിയില്ല. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കായി പോകും. യാത്ര ബോൾഡാന്നല്ല, ഒറ്റയ്ക്കും കൂടി ഒരു യാത്രയാകുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ടോട്ടലി നമ്മൾ ലോസ്റ്റ് ആയി പോകും. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കന്യാകുമാരി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെന്ന സമയത്ത് ഓക്കെ, പക്ഷെ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യണം ആകെ വിഷമം. പിന്നെ ഒറ്റപ്പെടൽ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം നമ്മൾ സാധാരണ ഒരു യാത്ര പോകുമ്പോൾ ഓക്കെ 10 ദിവസം അല്ലെ 3 ദിവസം തിരിച്ചു വരും, വീട്ടിലോട്ട് തിരിച്ചു വരും എന്നൊരു ഉറപ്പുണ്ട്. നമ്മുടെ മൈൻഡ് ഒരു ഇതുണ്ട്, സെറ്റ് ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ ഇതങ്ങനല്ല. ഞാൻ ഇറങ്ങി, ഒരാൾ ചോദിക്കാം എന്ന് വീട്ടിൽ വരും, എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം 28 സ്റ്റേറ്റും കവർ ചെയ്യണമെന്ന്. പക്ഷേ അപ്പോൾ എപ്പോൾ കവർ ചെയ്ത് എന്ന് വരും എന്ന് എനിക്കറിയത്തില്ല. അപ്പം മെൻ്റലി നല്ല നമുക്കൊരു ഇത് വേണം. പിന്നെ ബഡ്ജറ്റ് അത് നമ്മൾ യാത്ര ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഞാൻ ഇപ്പോൾ EBC പോയ പോലെ 16,000 രൂപയ്ക്ക് പോവാം. പൈസ ഉള്ളവർക്ക് ഞാൻ അതിൽ കൂടുതൽ 50,000 രൂപയുടെ പാക്കേജ് എടുത്ത് 50,000 രൂപയുടെ EBC പാക്കേജ് എടുക്കാം, അങ്ങനെയും പോകാം. വ്യത്യാസമുണ്ട്. അപ്പം ഈ മറ്റേ പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ വന്നിരിക, അവർ ഫുഡ് അക്കോമഡേഷൻ 3 നേരം ഫുഡ് അക്കോമഡേഷൻ വേണ്ട, നമ്മുടെ ലഗേജ് കൊണ്ടുപോകാൻ ആള്, നമ്മളൊന്നും അറിയണ്ട. അപ്പം എമൗണ്ട് ഒരു പ്രശ്നമല്ല. നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പോവാം. അതെ. കേശവന് ഈ യാത്രകളിലൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആരായിരുന്നു? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരി, പുള്ളിക്കാരി ഡൽഹിയിലാണ് പഠിക്കുന്നത്. അപ്പം ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് ഞാനൊരു സ്റ്റോറി കണ്ടതാണ്. ഫോണിൽ നമ്മൾ ഈ ലൊക്കേഷൻ വരുമല്ലോ, ലൊക്കേഷൻ അനുസരിച്ച് സൂം ഔട്ട് ചെയ്തിട്ട് ഇന്ത്യ മാപ്പിൽ ഓരോ സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെ പോയ ഫോട്ടോ ഇങ്ങനെ പോപ്പ് ചെയ്തു ഇഷ്ടം പോലെ. അപ്പോൾ എനിക്കൊരാഗ്രഹം പോകണം, ഇത് കണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മളറിയാമല്ലോ, ഒരുപാട് റീൽസൊക്കെ കാണുമ്പം
നമ്മളറിയാം 2-3 ലൈക്ക് ചെയ്താൽ ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അതൊരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ത്രില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ സോഷ്യൽ മീഡിയ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഹംപി ആയാലും ആ കാണുന്ന ഫോട്ടോ അത് നേരിട്ട് പോയി കാണാൻ ഭയങ്കര ആഗ്രഹം. നേരിട്ട് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫോട്ടോയെ കണ്ടത് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതാണ് എന്നെ യാത്ര ചെയ്യാൻ കൂടുതൽ. ഞാൻ ഈ കണ്ടുള്ള ഈ പോകുമ്പോൾ എല്ലാം എൻ്റെ സന്തോഷം അതാ. നേരിട്ട് നമ്മൾ ഈ ഫോട്ടോയെ കണ്ടത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ നമ്മുടെ ഹംപിയിൽ മറ്റേ 50 രൂപ നോട്ടിൻ്റെ പുറകിലുള്ള ഫോട്ടോ ഉണ്ട്, അത് ഹംപിയിലെയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ നോട്ട് നോക്കുമ്പം ഇവിടെ പോകണം ആഗ്രഹമുണ്ട്, അത് നമ്മൾ പോയി കണ്ട് അതൊരു ഭയങ്കര ഫീലാണ്. എൻ്റെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മൾ ഈ കണ്ടത്, ഫോട്ടോയിൽ കണ്ടത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതിനുവേണ്ടി സപ്പോർട്ട് വീട്ടുകാരെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ മെയിൻ മോട്ടിവേഷൻ, ഇതാണ് യാത്ര ചെയ്യണം. അങ്ങനെയാണ് ഞാൻ യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആരായിരുന്നു കൂടെ നിന്നിട്ടുള്ള ഈ യാത്ര ചെയ്യാനും അതിന് പ്രചോദനം തന്നതൊക്കെ ആരായിരുന്നു? ഒബ്വിയസ്ലി എൻ്റെ വീട്ടുകാരാണ്. വീട്ടിൽ അറിയാലോ നമുക്ക് പെട്ടെന്ന് വീട്ടുകാരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അച്ഛനും അമ്മയും ചേച്ചി, പിന്നെ അമ്മുമ്മയും ഫിനാൻഷ്യലി ആയാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് സ്വന്തം പൈസ കൊണ്ട് എവറസ്റ്റ് കീഴടക്കുമെന്ന നിശ്ചയദാർഢ്യം ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. പോണമെന്നുണ്ട് തീർച്ചയായിട്ടും. എവറസ്റ്റ് എൻ്റെ മുകളിൽ നിന്ന് ഈ സെയിം ഇതുപോലെ എൻ്റെ പതാക ഉയർത്തണമെന്നൊരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും അത് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, കേശവ്, ഒത്തിരി സന്തോഷം ഇവിടെ വന്നതിനും അനുഭവം പങ്കുവച്ചതിനൊക്കെ. ഇപ്പോൾ കേശവിൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല, നമ്മളെ കൊണ്ടത് പറ്റില്ല എന്നൊന്നും വിചാരിക്കാണ്ട് ഇതുപോലെ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേശവ്. കേശവിന് ഇനി എവറസ്റ്റ് കീഴടക്കാൻ സാധിക്കട്ടെ. അതിന് ലെറ്റ്സ് ടോക്ക് മലയാളത്തിൻ്റെയും സൈനയുടെയും എല്ലാവിധ ആശംസകളും. നന്ദി.